ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ. ഈ വിഷയത്തിന് സമാപനം കുറിച്ചുകൊണ്ട് മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ കയറി തന്റെ പൊന്നുമോനെ അള്ളാഹു തിരിച്ചു വിളിക്കുമ്പോഴും അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണമാ. ഈ വിനീതനെ പോലെ നാടും നഗരത്തിലും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു തന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, പ്രിയപ്പെട്ട സഹോദരൻ നൗഷാദ് വാക്കവി, അദ്ദേഹത്തിന്റെ മൂത്ത മകനെ തിരിച്ചെടുത്തിട്ടാണ് റബ്ബ് പരീക്ഷിച്ചത്. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. ഹബീബായ നബി തങ്ങളെ അള്ളാഹു ഏത് പരീക്ഷണം കൊടുത്തോ അതേ പരീക്ഷണമാ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കുമ്പോ അള്ളാഹുവേ നാളെ സ്വർഗത്തിന്റെ പൂമ്പാട്ടയായി മുസ്താഖ് എന്ന പൊന്നുമോനെ തിരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ കരളിന്റെ കഷണങ്ങളാണ്, ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ കൽബിന്റെ പൂവുകളാണ്. ഇന്നും വഅദ് പറയാൻ വേണ്ടി ഒരാഴ്ച ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. അത് കഴിഞ്ഞിട്ടിന്ന് ഞാൻ വഅദ് പറയാൻ ഇറങ്ങുമ്പോ ഒരാഴ്ച കൊണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലാണ് പ്രസംഗം. വൈകുന്നേരം വീട്ടിലെത്തും. അവസാനം കഴിഞ്ഞിറങ്ങുമ്പോ പൊന്നുമക്കൾക്ക് 11 വയസ്സുകാരനും 8 വയസ്സുകാരൻ 2.5 വയസ്സുകാരി പൊന്നുമോളും ചാരത്ത് നിന്നവർക്ക് മുത്തം കൊടുത്തിറങ്ങുമ്പോ 2.5 വയസ്സുകാരി വല്ലാതെ പിണങ്ങി, ശരീരത്തിൽ വല്ലാതെ കെട്ടിപ്പിടിച്ചു പോവണ്ട തിരിച്ചു വരുമ്പോഴും മനസ്സ് നിറയെ പൊന്നുമോളാ. അങ്ങകലെ കിലോമീറ്റർ കരകളുകളെ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് വരുമ്പോൾ പടച്ച റബ്ബേ, ഓരോ ദിവസവും വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരുമ്പോ മനസ്സിലാദിയും പേടിയുമാ. പ്രത്യേകിച്ച് ബാക്കവിയുടെ മകന്റെ മരണത്തിന് ശേഷം അല്ലാഹുവേ എല്ലാം നിന്നിലേൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. നീ അല്ലാതെ ഞങ്ങൾക്കൊരു രക്ഷകനില്ല, നീ അല്ലാതെ ഞങ്ങൾക്കൊരു സംരക്ഷകനില്ല. പക്ഷേ ഏത് പരീക്ഷണങ്ങൾ വന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ റിയാസിനോടടക്കം എന്നോട് പലരും പറഞ്ഞു, ഈ പരീക്ഷണം വരുമ്പോഴും അള്ളാഹുവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്ന സ്വന്തമായ അദ്ദേഹത്തിന്റെ ദുആയും മനക്കരുത്തും കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. അള്ളാഹു ചെറുപ്പക്കാരനും മനക്കരുത്ത് കൊടുക്കട്ടെ. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്, ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാണ്, എന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നുവല്ലോ. പൊന്നുമോൻ മരണപ്പെട്ട് കയ്യിൽ കിടക്കുമ്പോ ഹബീബായ നബി തങ്ങൾ മിമ്പറിൽ വെച്ച് നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവേ 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 വൽ ഖൽബു യഹ്സുനു വല്ലൈനു തദ്മഉ വലാ നഖൂലു ഇല്ലാ യുർദിർ റബ്ബു വൽ ഖൽബു യഹ്സുനു. ഹൃദയം ദുഃഖം താങ്ങാൻ കഴിയാതെ പൊട്ടിത്തകരുന്നുണ്ടല്ലോ. എന്റെ ഹൃദയം ദുഃഖം താങ്ങാൻ കഴിയാതെ പൊട്ടിത്തകരുന്നുണ്ടല്ലോ. വൽ ഐനു തദ്മഉ, എന്റെ കണ്ണിലൂടെ കണ്ണുനീരൊലിക്കുന്നുണ്ട് റബ്ബേ. പക്ഷേ കണ്ണുനീരൊലിച്ചാലും ഹൃദയം തകർന്നാലും ലാ ഖൂലു ഇല്ലാ യുർദിർ റബ്ബു, എന്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് ഞാൻ പറയില്ല, എന്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്തത് ഞാൻ പറയില്ല. എനിക്ക് ഇത്രയും നാളും ആവോളം അവൻ എനിക്ക് അനുഗ്രഹം തന്നിട്ട് ഇപ്പൊ ഒരു പരീക്ഷണം തന്നാൽ ആ പ്രതിസന്ധിയിൽ ഞാൻ പതറില്ല അല്ലാ, ഞാൻ പതറില്ല അല്ലാ. അള്ളാഹു പറയാണ്, മനുഷ്യാവല നബിലുവന്നക്കും, തീർച്ചയായും നിന്നെ ഞാൻ പരീക്ഷിക്കും. ഏതാനും പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ നിന്നെ തേടിയെത്തുന്ന ജീവിതത്തിൽ അള്ളാഹു പറയാ, നിന്നെ ഞാൻ തീർച്ചയായും പരീക്ഷിക്കും മാനവാ. എന്തുകൊണ്ടാണ് പരീക്ഷിക്കുക? ഒന്നാമതായി റബ്ബ് പറയുന്നത് ബിശൈഇൻ മിനൽ ഖൗഫി, അള്ളാഹു നിങ്ങളെ ഭയം കൊണ്ട് പരീക്ഷിക്കുമെന്ന്. നാനാ ഭാഗത്തു നിന്നും ഭയത്തിന്റെ കരിമേഘങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഉരുണ്ടുകൂടുകയും ഏത് സമയത്തും ഒരു അപകടത്തിലോട്ട് കടന്നു പോകുന്ന ആപത്സൂചനകളുമായി സമുദായം ഒരു വല്ലാത്ത മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഒരവസ്ഥയെ രാഷ്ട്രീയമായ സാഹചര്യങ്ങളെ ഞാൻ വിശകലനം ചെയ്യുന്നില്ല. ഇറാഖിലെയും സിറിയയിലെയും ചെച്ചിനയിലെയും ബോസ്നിയയിലെയും സൊമാലിയയിലെയും എന്ന് വേണ്ട, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അടിച്ചമർത്തപ്പെടുന്ന സമുദായത്തിന്റെ മുകളിലൂടെ മൂളിപ്പായുന്ന ബോംബർ വിമാനങ്ങളുടെ മുകളിലൂടെ ഏത് സമയത്തും ഭീതിതമായ സാഹചര്യങ്ങളെ തടന്നു പോകുന്ന സിറിയയിലെ അലപ്പോവിൽ കൂട്ടക്കുരുതുകൾ ചെയ്യപ്പെടുന്ന, ഏത് സമയത്തും വെടിയുണ്ടകളുടെ നിഴലിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ജീവിതം, ആ ജീവിതമാണ് ഇറാഖിലെ മുസ്ലിമീങ്ങളുടെ ജീവിതം, സിറിയയുടെ ജീവിതം. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രാവിലെ പത്രമാധ്യമങ്ങൾ മുഴുവനും അടിക്ക് തിരിച്ചടി എന്ന വെണ്ടക്കാച്ചരത്തിൽ നിരത്തുമ്പോഴും ഇന്ത്യ രാജ്യത്തിന്റെ ശിരോഭാഗമായ കാശ്മീരിന്റെ അതിർത്തിയിൽ വെടിയൊച്ച
തുടങ്ങുമ്പോഴും ഒരു രണ്ടാം ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ഭീതിയിലേക്ക് കടന്നു പോകുമ്പോഴും ഈ സമൂഹം മുഴുവനും വല്ലാത്തൊരു ഭീതിയുടെ അവസ്ഥയിലാ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതകൾ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതാണ്. ഒരു യുദ്ധം ഒരിക്കലും ഒരു സമൂഹത്തിന് അഭിലഷണീയമല്ല. അള്ളാഹു നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാജ്യത്തെ അള്ളാഹു സമാധാനത്തിൽ നിലനിർത്തുമാറാകട്ടെ. എപ്പോഴും നമുക്ക് ദുആ ചെയ്യണം, അള്ളാഹു സമാധാനത്തിൽ നിലനിർത്തുമാറാകട്ടെ. ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഒരു രാജ്യത്തിനും അഭിലഷണീയമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങളെ ഞാൻ ഭീതി കൊണ്ട് വല്ലാതെ പരീക്ഷിക്കുമത്രേ. രണ്ടാമത്തേത് പറയുന്നതേരാ, അള്ളാഹു പറയുന്നു, ചൂടി പട്ടിണി കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു പറയാ, നിങ്ങളെ ഞാൻ പട്ടിണി കൊണ്ട് പരീക്ഷിക്കും. ഈ പരീക്ഷണത്തെ കുറിച്ച് ഞാൻ എന്റെ സദസ്സിനോട് പറയുമ്പോ, ഇന്ന് ഈ തൂക്കുപാലത്തെ എല്ലാ പട്ടംകോളനി മേഖലയിലെ ഒരു വീട്ടിൽ പോലും ഇന്ന് പട്ടിണി കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചിട്ടില്ല. ഒരു കാലഘട്ടം നമ്മുടെ കാരണവന്മാരോട് ചോദിച്ചാൽ പറയും, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ മുളയറിയിട്ടിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു പട്ടിണിയുടെ കാലമുണ്ട്. ആ കാലത്തിലേക്ക് നമ്മുടെ കാലം തിരിച്ചു പോയാൽ അള്ളാഹു പറയാ, കൊടും പട്ടിണി കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന്. ആ പരീക്ഷണം ജീവിതത്തിലെങ്ങാനും സംജാതമായാൽ ആരും അറിയാതെ പട്ടിണി കിടക്കുന്ന എത്രയെത്ര നിരവധി അനവധി ആയിരങ്ങളുണ്ട്. ആ പരീക്ഷണം എങ്ങാനും വന്നു പോയാൽ ആ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച നേതാവാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുമ്പോ തന്റെ വീട്ടിൽ നിന്ന് പേരക്കിടാങ്ങളുടെ കരച്ചിൽ കേൾക്കുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ചോദിച്ചു, പ്രിയപ്പെട്ട മകള് ഫാത്തിമയോട്, ഫാത്തിമ എന്തേ മക്കളെ കരയുന്നത് മോളെ? ഫാത്തിമ റളിയല്ലാഹു തആല മറുപടി പറഞ്ഞത്, അൽ ജുഉ യാ റസൂലല്ലാഹ്, അവർക്ക് വിശന്നിട്ടാണ് നബിയേ. പാതിരാ സമയത്ത് വിശന്നിട്ടുറക്കം വരാതെ പിഞ്ചു കുഞ്ഞുങ്ങള് കരയാ. തൂക്കുപാലത്തെ പെങ്ങളെ, ഇങ്ങനൊരു അവസ്ഥ നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഫാത്തിമ അവർക്ക് കഴിക്കാൻ ഒന്നുമില്ല ഉപ്പ, എന്നാൽ അവർക്ക് മുലപ്പാല് കൊടുക്കുമോളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് മുലപ്പാല് കൊടുക്കാൻ പറഞ്ഞിട്ട് ഹബീബായ മുത്തുമാറി നിന്നു. കുറെ കഴിയുമ്പോ പാതിരാവിന്റെ നിശബ്ദതയിൽ അടക്കി പിടിച്ച തേങ്ങൽ കേൾക്കുമ്പോ ഹബീബായ നബി തങ്ങള് തിരിഞ്ഞു നോക്കവേ വാതിൽ പടിയിൽ മുഖം കുരിച്ചിട്ട് പ്രിയപ്പെട്ട പൊന്നുമോള് പൊട്ടിക്കരയാ. എന്താ പൊന്നുമോളെ? ഗദ്ഗത കണ്ടയായി തന്റെ പ്രിയപ്പെട്ട ഉപ്പയോടൊരു മകള് പറഞ്ഞ വാക്ക്, അഭിനവകാല സമൂഹത്തിന്റെ കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന ആഡംബരത്തിലേക്ക് കഴിഞ്ഞു വന്ന ഇന്നലെയുടെ ഇസ്ലാമിന്റെ ദീൻ മറന്ന് ആഡംബരത്തെ വാരിപ്പുറന്നൊരു സമൂഹത്തോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞു, ഉപ്പാ മുലപ്പാല് കൊടുക്കുന്നത് എങ്ങനെയാ? 2 മാസമായി പ്രിയപ്പെട്ട മോള് ഭക്ഷണം കഴിച്ചിട്ട് 2 മാസമായി പട്ടിണി കിടന്ന കാരണത്താൽ ഉപ്പാന്റെ മകളുടെ സ്ഥലത്തില് മുലപ്പാല് പോലും വറ്റിപ്പോയി ഉപ്പാ എന്ന മഹതിയായ ഫാത്തിമ ബീവി മറുപടി പറയുമ്പോ, 2 മാസമായി ഭക്ഷണം കഴിച്ചിട്ട് മുലപ്പാല് പോലും വറ്റിപ്പോയ മകളെ കാണുമ്പോ ഹബീബായ നബി തങ്ങൾ കുറക്കം വന്നില്ല. രാവിലെ സുബഹി കഴിഞ്ഞപ്പോ നേരെ നടന്നു പോയി മദീനയുടെ നായകന് ജൂതന്റെ ഈത്തപ്പഴത്തോട്ടത്തിൽ പോയി ജൂതനോട് ചോദിച്ചു, ഞാൻ നിന്റെ ഈത്തപ്പഴത്തിന് വെള്ളം കോരി തരട്ടെയോ? ജൂതനോട് കൂലി നിശ്ചയിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സമുദായം ഇത് മനസ്സിലാക്കണം, ഇത് പറയുന്നത് വ്യക്തമായ ചില കാരണങ്ങളോടെയാ. ഹബീബായ നബി തങ്ങൾ ഈത്തപ്പഴം തരത്തട്ടത് ഈത്തപ്പന മരത്തിന് വെള്ളം കോരുകയാ. 10 ഈത്തപ്പന മരത്തിന് 1 ദീനാർ കണക്ക് വെച്ച് ഹബീബായ നബി തങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഈത്തപ്പഴത്തോട്ടത്തിന് വെള്ളം നനക്കാൻ തോൽപാത്രത്തിന് വെള്ളം നനച്ച് തന്റെ റിസാലത്തിന്റെ ചുമലിലേക്ക് എടുത്ത്
എടുത്തു വെച്ച് ഖാതമുൻ നുബുവത്തിന്റെ അടയാളമുള്ള തോളിന്റെ മുകളിലേക്ക് തോൽപാത്രത്തിൽ വെള്ളം നിറച്ച് ഈ തപ്പന മരങ്ങൾക്ക് നിറച്ചു കൊടുക്കവേ അവസാന കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോ ഹബീബായ മുത്തിന്റെ കയ്യിൽ നിന്ന് തോൽപാത്രം താഴേക്ക് വീണു. വെള്ളം കോരുന്ന പാത്രം താഴേക്ക് വീണു. വെള്ളം കോരാ പാത്രമില്ലാതെ നിർനിമേഷനായി നിൽക്കുമ്പോ ഓടി വന്ന ജൂതൻ കാണുന്നത് എന്റെ തോൽപാത്രം കിണറ്റിൽ വീണ് കിടക്കുന്നതാ. എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന് അറിയുമോ എന്നറിയില്ല, ഹബീബായ നബി തങ്ങളുടെ വലത്തെ തോളിലേക്ക് തന്റെ കൈ വീശിയിട്ടാഞ്ഞടിച്ചു ജൂതപ്പരിശ. ഹബീബായ നബി തങ്ങളെ വേദന കൊണ്ട് പൊളഞ്ഞു പോയി. കടക്ക് മുഹമ്മദേ എന്റെ തോട്ടത്തിൽ നിന്ന്, കടക്ക് മുഹമ്മദേ എന്റെ തോട്ടത്തിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ജൂതനോട്, എന്നെ നീ വെറുതെ പുറത്താക്കരുത്, ഇതുവരെ കോരിയ വെള്ളത്തിന്റെ കൂലിതാ. ഇല്ല ഇല്ല, നിന്റെ കൂലി എന്റെ തോൽപാത്രത്തിന്റെ നട്ടപരിഹാരമാണ്. പ്രിയപ്പെട്ട ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പറയല്ലേ, എന്റെ പൊന്നുമോളും പേരക്കുട്ടികളും വീട്ടിൽ പട്ടിണിയിലാ. അവരെന്റെ വരവും കാത്തിരിക്കുകയാണ്. ഒന്നും തന്നില്ലെങ്കിലും ഒരു കുമ്പിൾ ഈത്തപ്പഴമെങ്കിലും കാരക്കയെങ്കിലും പ്രതിഫലമായി തരണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ അവസാനം 10 കാരക്ക എണ്ണിക്കൊടുത്തു ജൂതപ്പരിശ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 10 കാരക്കുമായി നേരെ നടന്നിട്ട് മകളുടെ വാതിലിൽ മുട്ടി. ഫാത്തിമ റളിയല്ലാഹു തആല വാതിൽ തുറക്കുമ്പോ ഫാത്തിമാന്റെ കൈ നിവർത്തിയിട്ട് അവിടേക്ക് കാരക്ക വെച്ച് കൊടുത്തു. നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഫാത്തിമ നീയും കടിച്ച് ഹസനും ഹുസൈനും കൊടുക്ക്. ഫാത്തിമ ബീവി സന്തോഷത്തോടെ ഇത് എവിടെ കിട്ടി എന്ന് നോക്കി നിൽക്കവേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നടന്നു. തന്റെ പ്രിയപ്പെട്ട ഉപ്പ തിരിഞ്ഞു നടന്നപ്പോ ഉപ്പാന്റെ വലതേ മുകളിൽ ഒരു ജൂതന്റെ വിരലിന്റെ അഞ്ചടയാളം കണ്ടപ്പോ വാതിൽപ്പടിയിൽ ചാരി നിന്ന് തേങ്ങിക്കരഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാഇ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹാ ഉപ്പാന്റെ മുതുകത്തെ അടയാളം കിടന്ന് പട്ടിണി കൊണ്ട് പൊട്ടിക്കരഞ്ഞ പൊന്നുമോളുടെ ചിത്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാ പോകുന്നതെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട മകൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കാൻ പട്ടിണി കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചപ്പോ ജൂതന്റെ തോട്ടത്തിൽ പോയി വെള്ളം കോരി കൊടുത്ത് അധ്വാനിച്ചതാരാ? ആരാണെന്നറിയോ? കിട്ടാത്തത് കൊണ്ടല്ല, ആ പ്രവാചകനോടാണ് ജിബ്രീൽ വന്നിട്ട് ചോദിച്ചത്, ഉഹദ് മല ഞാൻ സ്വർണ്ണമാക്കി തരട്ടെ നബിയേ? വേണ്ട 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 വേണ്ട, എനിക്ക് ഈ സ്വർണ്ണ കുമ്പാരങ്ങൾ വേണ്ട, സ്വർണ്ണമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്വർണം വേണ്ടെന്ന് പറഞ്ഞ് ഹലാലായ ഭക്ഷണത്തിന് അധ്വാനിച്ചതാരാ? ആ പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹീതമായി വന്ന 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ മക്ക രാജ്യത്തിന്റെ അധിപതിയായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തെന്നറിയോ? എന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട ആൺകുട്ടികളോടാണ്. സ്വന്തം മകളും മക്കളും പട്ടിണി കാരണത്താൽ രാത്രിയിൽ ഉറക്കമില്ലാതെ കരഞ്ഞിട്ടും പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടും തന്റെ മകൾക്ക് ഹലാലായ ഭക്ഷണമല്ലാതെ ഹറാമിന്റെ ഒരു ഭക്ഷണം കൊടുക്കാതെ ഈത്തപ്പഴ തോട്ടത്തിൽ ചുമടെടുത്തിട്ട് തന്റെ വീട് പോറ്റിയ ഹബീബായ നബി തങ്ങളുടെ ജീവിതം പഠിക്കുക. ഏത് പട്ടിണി വന്നാലും പ്രയാസം വന്നാലും ഹറാമിനെ കുറിച്ച് ചിന്തിക്കരുത്, ലോട്ടറിയെ കുറിച്ച് ചിന്തിക്കരുത്, പലിശയെ കുറിച്ച് ചിന്തിക്കരുത്. ഏത് പ്രതിസന്ധി വന്നാലും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും അള്ളാഹു എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. ആരോഗ്യം കൊണ്ട് അധ്വാനിച്ചിട്ട് ഞാൻ എന്റെ കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവേ ഇതുവരെ അന്നം തന്നത് നീയാണ്.
ലോകത്തുള്ള പക്ഷിപർവാദികളുടെയും മനുഷ്യന്റെയും ഭക്ഷണം പടച്ചറപ്പിന്റെ കയ്യിലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരൽപ്പം പ്രയാസം വരുമ്പോൾ ഹറാമിലേക്ക് പോകുന്ന, ലോട്ടറിയെ കുറിച്ച് ചിന്തിക്കുന്ന, പലിശയെ കുറിച്ച് ചിന്തിക്കുന്ന, ഇല്ലമില്ല സാമ്പത്തികമായ ടൈറ്റൊക്കെ പടച്ചറപ്പ് നൽകുന്നതാ. ഇനി ഞാനൊരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഈ കൗത്തുകപാലത്തെ അങ്ങാടിയില് 100 കിണ്ടലിന്റെ ചാക്കെടുത്തിട്ട് തോളിൽ വെക്കുന്ന ചുമട്ടുകാരനില്ലേ, ചീനിക്കച്ചവടം നടത്തുന്നവനില്ലേ, കുരുമുളകിന്റെ ചാക്ക് വിളക്കുന്നവനില്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തോട്ടത്തിലും പറമ്പിലും കിളയ്ക്കുന്നവനില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, ആരെങ്കിലും അല്ലാഹു 3 പെൺമക്കളെ കൊടുക്കുകയോ അല്ല അതല്ലെങ്കിൽ 3 സഹോദരിമാരെ കൊടുക്കുകയോ, ആ 3 പെൺമക്കളെ കെട്ടിച്ചു വിടാൻ, അവരെ പഠിപ്പിച്ചു വിടാൻ, ഭക്ഷണം കൊടുക്കാൻ ഒരു പിതാവ് പോയി കട്ടപ്പെട്ടാൽ, തന്റെ 3 സഹോദരിമാരെ കെട്ടിച്ചു വിടാൻ, അവർക്ക് തർബിയത്ത് കൊടുക്കാൻ ഒരു സഹോദരൻ കട്ടപ്പെട്ടാൽ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ ഓട്ടോറിക്ഷ ഓടിച്ചാൽ, ഫഹുവക മുജാഹിദി ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവനെ പോലെയാ. തന്റെ പെൺമക്കളെ കെട്ടിച്ചു വിടാൻ ഓട്ടോറിക്ഷ ഓടിച്ചാൽ, ഓടിക്കുന്ന സമയം മുഴുവനും അവരുടെ മുജാഹിദിന്റെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവന്റെ പ്രതിഫലമാ. തന്റെ ഭാര്യക്കും മക്കൾക്കും ഹലാലായ ഭക്ഷണം കൊടുക്കാൻ തോട്ടത്തിൽ പോയി മൺവെട്ടി കൊണ്ട് കിളച്ചിട്ട് വൈകുന്നേരം കിട്ടുന്ന പൈസ കൊണ്ട് തന്റെ ഭാര്യ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുത്താൽ, അവൻ ബദറിൽ പങ്കെടുത്ത, ഉഹദിൽ പങ്കെടുത്ത, ഹംദക്കിൽ പങ്കെടുത്ത അസ്ഹാബുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏത് പട്ടിണിയും ഏത് പരീക്ഷണവും വന്നാലും അല്ലാഹ് കിട്ടപ്പെടാത്തത് ചെയ്യരുതേ, അല്ലാഹ് കിട്ടപ്പെടാത്തത് ചെയ്യരുതേ. എത്ര പട്ടിണി അനുഭവിച്ചു. ഒരു ദിവസം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, സലാത്തില്ലെങ്കിൽ ഇല്ല. ഞാൻ നാട്ടുവർത്താനം തന്നെ പറയാത്തത് വിഷയം പറയണമെന്നൊരു കർക്കശ നിർബന്ധ ബുദ്ധി എനിക്കുള്ളത് കൊണ്ടാണ്. നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഇല്ല. വാഹന ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു ബോധം തരട്ടെ. അതോ ഇനി ശാസ്ത്രം പറയണോ? ഇതും ഇനി പറയാൻ പോണ ഇതിന്റെ രസകരമാണ്. പൊന്നുമനെ അധ്വാനിക്കുന്നതിന് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം. ഭാര്യയും മക്കളെയും തർബിയത്ത് ചെയ്യാൻ, അവരെ കെട്ടിച്ചു വിടാൻ ഒരുത്തൻ അവൻ അധ്വാനിച്ചാൽ അള്ളാഹുവിന് നൽകുന്ന പ്രതിഫലം സഹാബത്തിന്റെ പ്രതിഫലമാണ്. നമ്മൾ എന്തിനാ ലോട്ടറിയെ കുറിച്ചും പലിശയെ കുറിച്ചും ചിന്തിക്കുക? ഇതെന്റെ റബ്ബ് തന്നതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി, ഞാൻ അള്ളാഹുവിനുള്ളതാണ്, ഞാൻ നിന്റെ അടിമയാണ്. അള്ളാഹുവേ, അടിമയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാൻ ഉടമയ്ക്ക് അവകാശമുണ്ട്. നിനക്കെന്നെ പരീക്ഷിക്കാം, നിനക്കെന്നെ സന്തോഷപ്പെടുത്താം. എന്താണെങ്കിലും റളീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലൻ വനബിയ. എന്താണെങ്കിലും എനിക്ക് തൃപ്തിയാണ്. എന്തിനാ നമ്മളിങ്ങനെ ബേജാറാവുന്നു? ഒരു ബേജാറാവേണ്ട കാര്യമില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഇത്രയും പോരാ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല കടന്നു വന്നു. കയ്യിലൊരു പകുതി റൊട്ടിക്കഷ്ണം ഇരിക്കുന്നുണ്ട്. ചോദിച്ചു, മോളെ ഇതെന്താണ് മോളെ? മോളെ ഇതെന്താണ് മോളെ? ഓ വാപ്പാ, വാപ്പാ, ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് ഇന്ന് മാവ് കുടച്ചിട്ട് ഞാൻ തന്നെ റൊട്ടി ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് മാവ് കുടച്ചിട്ടുണ്ടാക്കിയ റൊട്ടിയാണുപ്പാ. ഈ ഒരൊറ്റ റൊട്ടിയെ ഇന്ന് എന്റെ വീട്ടിലുള്ളൂ. ഞാനും എന്റെ ഭർത്താവായ അലിയും അത് തിന്നാൻ പോയപ്പോ എനിക്കെന്റെ ഉപ്പാനെ ഓർമ്മ വന്നു, എനിക്കെന്റെ വാപ്പയെ ഓർമ്മ വന്നു. നമ്മൾ സുഭിക്ഷതയിൽ കഴിയുമ്പോ നമ്മുടെ വാപ്പയും ഉമ്മയും കഷ്ടപ്പാടിൽ കഴിയുക പാടില്ല സഹോദരങ്ങൾ. ഓർമ്മ വരണം നമുക്കവരെ. അവരെ എങ്ങനെയാണ് മറക്കാൻ കഴിയുക? വാപ്പ, എനിക്ക് ഓർമ്മ വന്നു, എന്റെ ഉപ്പയെ ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചപ്പോ. ഇന്ന് നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോ നമുക്കൊരു നേരത്തെ ഭക്ഷണം തരാൻ 3 നേരം പട്ടിണി കിടന്ന ഉമ്മയെ നമ്മൾ എന്തേ മറന്നുപോയി? നമ്മുടെ ഉമ്മ 3 നേരം അവര് പട്ടിണി കിടന്നിട്ട് അവര് നമുക്ക് ഭക്ഷണം തന്നു. എന്തേ നമ്മൾ ഉമ്മയെ മറന്നത്?
ലോകത്തെവിടെ എത്തിയാലും എന്റെ നീ ഉമ്മയെ മറന്നിട്, എന്റെ പൊന്നുമോനെ മറക്കാൻ കഴിയാത്ത ചില ഓർമ്മകളുണ്ട് ജീവിതത്തിൽ. ആ ഓർമ്മകൾ വളരെ വലുതാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ഉമ്മയേക്കാൾ വലിയ എഞ്ചിനീയർ ആരാ കണ്ടിട്ടുണ്ട്? ഉമ്മയേക്കാൾ വലിയ എഞ്ചിനീയറിനെ ഉണ്ടോ? ഉമ്മയേക്കാൾ വലിയ ഡോക്ടർ ആരാ? മോനെ, പൃഥ്വിഭാഗത്ത് ചെറുപ്പകാലത്ത് ഞാൻ കളിപ്പാട്ടം കൊണ്ട് കളിക്കുമ്പോ കയ്യിലിരുന്ന കളിപ്പാട്ടം താഴെ വീണ് ചിതറുമ്പോ കളിപ്പാട്ടത്തിന്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയവേ ഓടി വന്ന് ചിതറിപ്പോയ കളിപ്പാട്ടമെടുത്ത് ഒരല്പസമയം കൊണ്ട് നേരെയാക്കി പൊന്നുമോനെ കളിച്ചോന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ വെച്ച് തന്ന എന്റെ ഉമ്മയേക്കാൾ വലിയ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മുറ്റത്തോടി കളിക്കുമ്പോ കാല് തട്ടി താഴെ വീടവേ കാലിന്റെ മുട്ടുപൊട്ടിയിട്ട് പൊട്ടിക്കരയുമ്പോ ഓടി വന്നിട്ട് തൊട്ടടുത്ത് നിന്ന പച്ചില പറിച്ച് കയ്യിൽ വെച്ചിട്ട് അത് നന്നായിട്ട് തിരുമ്മി ഒരൽപ്പം തുപ്പലും ചേർത്ത് എന്റെ മുറിവിലേക്ക് വെച്ച് കെട്ടി തന്നിട്ട് കൺമണിയെ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച എന്റെ ഉമ്മയേക്കാൾ വലിയൊരു ഡോക്ടറെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വാപ്പ ഒരു കോടതിയാണ്. വാപ്പയുടെ കോടതിയിൽ വാപ്പ പിടിച്ചിട്ട് മറുകയിൽ ചൂരലുമായി എന്തിനു ചെയ്തടാ, ഏതിന് ചെയ്തടാ എന്ന് വാപ്പ അടിക്കാൻ ചൂരലും ഓങ്ങി നിൽക്കവേ ഉമ്മ അടുക്കളയിലേക്ക് നോക്കി അവസാനവട്ട വിളി വിളിക്കുമ്പോ അടുക്കളയിൽ നിന്നോടി വന്ന് വാപ്പയോട് തർക്കിച്ച് ജയിച്ച് വാപ്പാന്റെ ചൂരലിൽ നിന്ന് എന്നെ വിളിച്ചു മോദിപ്പിച്ചു കൊണ്ടുപോയ എന്റെ ഉമ്മയേക്കാൾ വലിയൊരു വക്കീലിനെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെങ്ങനെയാണ് മക്കളെ ഇവരെ നമ്മൾ നമ്മുടെ സുഭിക്ഷതയിൽ ഓർക്കാതെ പോയത്? നിന്നേക്കാൾ വലിയ എന്തേ മോനെ നീ അനുഭവിക്കുന്ന തണലിൽ നിന്ന് നിന്റെ വാപ്പ അനുഭവിച്ച വെയിലാണ്, നിന്റെ വാപ്പ അനുഭവിച്ച വെയിലാണ് നീ ഇന്ന് അനുഭവിക്കുന്ന തണലെന്ന് തിരിച്ചറിയാൻ ഈ അങ്ങാടിയിൽ എന്റെ ഉപ്പ എത്രയാണ് കഷ്ടപ്പെട്ടത്. ലോകത്തേത് 7 സ്റ്റാർ ഹോട്ടലിൽ കിടന്നാലും ദുബൈ രാജാവിന്റെ സബീൽ പാലസിൽ ഇരുന്നാലും നഷ്ടപ്പെടുന്ന ചില ഓർമ്മകളുണ്ട്. വല്ലാതെ മഴയത്ത് കിടന്ന് കുളിച്ച് കളിച്ച് അവസാന ഈറനണിഞ്ഞ മുടിയുമായി കയറി വരുമ്പോ ഓടി വന്നിട്ട് കൈകൊണ്ടിങ്ങനെ ചേർത്ത് നെഞ്ചിലേക്ക് പിടിച്ചിട്ട് കൺമണിയെ തലയിൽ വെള്ളം നിന്നാൽ പനി പിടിക്കും മോനെ എന്ന് പറഞ്ഞ് തലയിൽ കിടന്ന അടുക്കളയുടെ ദുർഗന്ധമുണ്ട തലമുണ്ടെടുത്തിട്ട് ഉമ്മ നമ്മുടെ തല തോർത്തി തന്ന ഒരു ബാല്യകാലം. ആ ഉമ്മയുടെ തലമുണ്ടിന്റെ ഗന്ധം ലോകത്തെ ഒരു പെർഫ്യൂമിനും അത്രയും വലിയ ഗന്ധം തരാൻ കഴിയില്ല. ഉമ്മയുടെ അടുക്കളയുടെ കരിയുടെ ദുർഗന്ധമുള്ള ഒരു നേരിയത് വെച്ച് നമ്മുടെ തലതോത്തി തന്ന ഒരു ഓർമ്മയുണ്ട്. അതിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു ഓർമ്മ ലോകത്തിലുണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അവരെ സുഭിക്ഷതയിൽ മറക്കുക? അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. മരിച്ചവർക്ക് അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവരെത്രയാണ് നമുക്ക് വേണ്ടി സഹിച്ചത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തണൽ മുഴുവനും അവർ കൊണ്ട വെയിലാണ്, ഉറപ്പാണ്. ഇന്ന് നമ്മുടെ ഉറക്കം മുഴുവനും അവർ നമുക്ക് വേണ്ടി ഉറക്കം ഉളച്ചതാണ്. അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിച്ചതാ, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിഞ്ഞതാ, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. അള്ളാഹു നമ്മുടെ സുഭിക്ഷതകളിൽ നമ്മുടെ മാതാപിതാക്കളെ മറക്കാതിരിക്കാനുള്ള മനസ്സ് അള്ളാഹു നൽകട്ടെ. അള്ളാഹു നൽകട്ടെ, അള്ളാഹു നൽകട്ടെ. ഇന്ന് നമ്മുടെ ലോകത്തിന് മാതാപിതാക്കൾ വേണ്ട. അവർക്കിന്ന് അവര് മാത്രം മതി. അവരിലേക്ക് അവർ ഒതുങ്ങിക്കൊടുകയാണ്. ബന്ധങ്ങൾക്ക് ബന്ധങ്ങൾക്ക് വലിപ്പമില്ലാത്തൊരു ലോകത്ത് പിന്നെ ജീവിതത്തിന് വലിയ രസക്കൂട്ടുകൾ ഉണ്ടാവില്ല. നമ്മളെ ഇന്ന് ഏറ്റവും സന്തോഷപ്പെടുത്തുന്ന കാഴ്ച ഏതെന്നറിയൂ? ഏതാ? അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് നൽകട്ടെ. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്തോളി. എന്റെ ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ മാതാപിതാക്കൾ ശ്വാസം വിടാൻ കഴിയാതെ കട്ടിലിൽ കിടക്കുന്നവരാണെങ്കിലും അവർക്ക് അവരുടെ തടിയിൽ തൊണ്ടയിൽ ശബ്ദമുള്ളിടത്തോളം കാലം നമ്മൾ മോനാണ്. അവര് മരിച്ചാൽ പിന്നെ നമ്മൾ മകനല്ല. ആണോ? സന്ധ്യാസമയത്ത് കയറി വരുമ്പോ വാതിൽ പെരുമാറ്റം കേൾക്കുമ്പോ മോനെ എന്നകത്ത് നിന്നൊരു വിളി കേൾക്കണമെങ്കിൽ അവര് ജീവിച്ചിരിക്കും. അവര് മരിച്ച പിന്നെ നമ്മളെ മോനെ എന്ന് വിളിക്കാൻ ലോകത്താരാ ഉള്ളത്? എത്ര വയസ്സായാലും എത്ര അവശതയിലാണ്. ഈ വാളിന്റെ തിരക്കിന്റെ ഒക്കെ ഇടയിൽ വീട്ടിൽ പോയിരിക്കുമ്പോ കാണുന്നൊരു വലിയ കാഴ്ച എന്താണെന്നറിയും?
നമ്മുടെ മക്കളെടുത്തിട്ട് നമ്മുടെ ഉമ്മ മടിയിൽ വെച്ച് മുത്തം കൊടുക്കുമ്പോൾ അത് അകലേന്ന് കണ്ടു നിൽക്കുന്ന നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു കുളിരുണ്ട്. നമ്മുടെ ഭാര്യയെ ചേർത്തിയിട്ടിരുത്തിയിട്ട് നമ്മുടെ ഉമ്മ ആ ഭാര്യയോട് കുശലം പറയുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന ഹൃദയത്തിന്റെ ഒരു സുഖമുണ്ട്. അള്ളാഹു ആ സുഖം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതാ പറഞ്ഞ, ആരെങ്കിലും രാവിലെ എഴുന്നേറ്റുമ്പോൾ കുടുംബത്തിൽ സന്തോഷം ഉണ്ടെങ്കിൽ അവനാ ഏറ്റവും വലിയ സമ്പന്നൻ. പട്ടിണി കിടന്ന് പെണ്ണുങ്ങൾ പറയില്ല, കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, സ്നേഹം ഉണ്ടായാൽ മതി. അതാണ് ഏറ്റവും വലിയ സമ്പന്നത. വഖൈറുൽ ഗിനാ ഗിനൽ ഖൽബ്. ഏറ്റവും നല്ല സമ്പന്നത ഹൃദയത്തിന്റെ സമ്പന്നത. അതായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല. പട്ടിണിയായിരുന്നു, എന്നിട്ടും സ്നേഹത്തിന് കുറവുണ്ടായില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പറഞ്ഞപ്പോൾ നിങ്ങളോട് ഓർമ്മിപ്പിച്ചാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഉപ്പ ഒരു റൊട്ടി മാവ് കുഴച്ചിട്ട് ഞാൻ തന്നെ ചുട്ടിട്ട് തിന്നാൻ പോയപ്പോ എനിക്ക് എന്റെ ഉപ്പാനെ ഓർമ്മ വന്നു. ഖബസ്തുഹാ ബിയദി, ഞാനിത് അങ്ങേക്ക് കൊണ്ടുവന്നാണ് നബിയെ. പകുതി മുറിച്ചു, പകുതി ഭർത്താവിന് കൊടുത്തു, പകുതി ഉപ്പാന് കൊടുത്തു. ആ വെള്ളവും ആ പത്തിരിയുമായി ഉപ്പാടെ അടുക്കൽ വന്നു. പടച്ചോനെ സമയായ നല്ല സ്നേഹമുള്ള ഒരു പരമാവധി പോട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് ഖബസ്തുഹാ ബിയദി, ഞാനിതെന്റെ കൈ കണ്ട് മാവ് കടച്ചിട്ടുണ്ടാക്കിയ റൊട്ടിയാണ്. ഇത് തിന്നാ പോയപ്പോ എനിക്ക് ഓർമ്മ വന്നു, എന്റെ ഉപ്പ പട്ടിണിയിലാണല്ലോ, ഞാനിത് എന്റെ പകുതി മുറിച്ചിട്ട് എന്റെ ഉപ്പാക്ക് കൊണ്ടുവന്നതാണ് ഉപ്പ. അത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പകുതി മുറിച്ച റൊട്ടി തന്റെ വായിലേക്ക് വെച്ച് ചവക്കുന്നതിന്റെ ഇടയിൽ പൊന്നുമോളോട് പറഞ്ഞു, മോളെ നിന്നോട് ഞാനൊരു സ്വകാര്യം പറയട്ടെ മോളെ. എന്താണ് ഉപ്പ എന്ന് പറഞ്ഞ് തന്റെ ചെവി മുത്തുനബിയുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചപ്പോ അള്ളാന്റെ മുത്ത് പറഞ്ഞ സ്വകാര്യമേടെന്നറിയോ? ഫാത്തിമ, ഇന്ന ഹാദാ അവ്വലു തആമിൻ തആമ അബീകി മുൻദു സലാസതി അയ്യാം. 3 ദിവസത്തെ മുഴുപട്ടിണിക്ക് ശേഷം നിന്റെ വാപ്പ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണം ഇന്നത്തേത് ഇതാണ് മോളെ. ആരാ പറയുന്നത്? ഇന്ന ഹാദാ അവ്വലു തആമിൻ തആമ അബീകി മുൻദു സലാസതി അയ്യാം. 3 ദിവസത്തെ മുഴുപട്ടിണിക്ക് ശേഷം നിന്റെ വാപ്പ വായിൽ വെക്കുന്ന ആദ്യത്തെ ഭക്ഷണം ഇതാണ് മോളെ. ഈ രീതിയിൽ 3 ദിവസം തുടർച്ചയായി പട്ടിണി കിടന്നിട്ടും ഹബീബായ നബി തങ്ങളുടെ വീടിന്റെ അവസ്ഥ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹു ജീവിതത്തിൽ എന്നെ പരീക്ഷിച്ചതുപോലെ ലോകത്തൊരാളെയും അല്ലാഹു പരീക്ഷിച്ചിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എന്റെ സദസ്സിനോട് നിർത്തിത്തരത്തി ഞാൻ പറയുന്നില്ല, സമയം വളരെ കുറവായതുകൊണ്ട് ഏറെ നീട്ടിപ്പരത്തി പറയുന്നതിനർത്ഥമില്ല. ഖൈറുൽ കലാമി മാ കല്ലാവതല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സമ്പുഷ്ടവും അർത്ഥവൈപുല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് ആപ്തവാക്യം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഏത് പ്രതിസന്ധി വന്നാലും രണ്ടാമത്തെ പരീക്ഷണം മുഴുപട്ടിണിയാ. അത് നമ്മുടെ കാരണവന്മാര് അനുഭവിച്ചിട്ടുണ്ട്, അവരതിന്റെ തിക്തഫലം അറിഞ്ഞിട്ടുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന 60 വയസ്സിന് മുകളിലോട്ടുള്ളവരൊക്കെ ആ പട്ടിണിയുടെ വിശപ്പിന്റെ വില എന്തെന്നറിഞ്ഞവരാ. അള്ളാഹു നമ്മളെ പട്ടിണിയിൽ നിന്ന് കാക്കുമാറാകട്ടെ. പക്ഷെ ഏത് അവസ്ഥ വന്നാലും ഏത് പ്രയാസം വന്നാലും ആ സമയത്തൊക്കെ പടച്ചറപ്പിനിഷ്ടപ്പെടാത്ത ഹറാമിലേക്ക് കടക്കരുതേ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ പരീക്ഷണം ഞാൻ ചുരുക്കി പറയാണ്. മൂന്നാമത്തെ പരീക്ഷണം, വലനഗ്ബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാൽ. കടബാധ്യതകൾ കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. വനഖസിൻ മിനൽ അംവാൽ, സാമ്പത്തികമായി തകർച്ചയുണ്ടാവുക, സമ്പത്ത് കുറഞ്ഞു പോവുക. ധാരാളം ഉണ്ടായിരുന്നു, പെട്ടെന്നൊരു ദിവസം ഇല്ലാതാവുക. അള്ളാഹുടെ പരീക്ഷണമാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ.
അല്ലാഹു കാക്കട്ടെ. വനക്ക് സിമ്മിനല്ലവാൽ, പെട്ടെന്ന് കടബാധ്യതകൾ തലയിൽ വരിക. ഒരു നിമിഷം പെട്ടെന്ന് ബിസിനസ് ആയിരുന്നു, മാരകമായ കടബാധ്യതകൾ, പ്രയാസങ്ങൾ. അല്ലാഹു പറയാണ്, നിങ്ങളെല്ലാവരെയും ഞാൻ കടബാധ്യത കൊണ്ട് പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സാമ്പത്തികമായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പരാധീനകൾ, പരിമിതികൾ. നാലാമത്തേത് പിന്നെ എത്ര പറഞ്ഞു? 3. ഏതൊക്കെ ഒന്ന് പറയും? ഇസ്മായിൽ ആചാര്യ നല്ല ഓർമ്മയുള്ള ആളാണ്. നിങ്ങളെ ഉറങ്ങാൻ ഞാൻ വിടൂല. 3 പറഞ്ഞു. 1, വെറുതെ കേട്ടിട്ട് പോണതിൽ അർത്ഥമില്ല, കേട്ടത് കൃത്യമായി പഠിക്കണം. 1 ഭയം, 2 പട്ടിണി, 3 കടം. 4-മത്തതിന് 3 വ്യാഖ്യാനമാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഇതൊന്നും അനുഭവിക്കാത്ത ആരുണ്ടാവില്ല. 3-മത്തേത് 3 വ്യാഖ്യാനം അതിന് പറയുന്നുണ്ട്. വൽ അംഫുസി, സ്വന്തം ശരീരം കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. സ്വന്തം ശരീരം, ഈ ശരീരം അല്ലാഹുവിന്റെ പരീക്ഷണ വസ്തുവാണ്. റിയാസിന് അല്ലാഹു കൊടുത്ത പരീക്ഷണ ഈ പരീക്ഷണമാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം തന്നെ പറയാൻ തീരുമാനിച്ചത്. വൽ അംഫുസി, സ്വന്തം ശരീരം കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അതിന് 3 വ്യാഖ്യാനമാണ് പറയുന്നത്. 1, ഐബിൽ അമ്രാദി, മാരക രോഗങ്ങൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. മാരക രോഗം. ഇന്ന് 7 പരീക്ഷണങ്ങൾ പറയാം. നാളെ അതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് പറയാം. നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത് എന്തൊക്കെയാണ്? ധാരാളം വഴികൾ ഖുർആൻ പറയുന്നുണ്ട്. രക്ഷപ്പെടാൻ ഇതിനൊക്കെ വഴിയുണ്ട്. രോഗം വന്നാ, കടം വന്നാ, പ്രയാസം വന്നാ. നമ്മൾ രാവിലെ പത്രത്തിൽ കാണും, ഏലസ് വാങ്ങിച്ച് അരയമ്മ കെട്ടിയ 8 ദിവസം കൊണ്ട് 10 കോടി കിട്ടും, സമ്പന്ന. എന്നാ പിന്നെ അത് ഉണ്ടാക്കിയവൻ അരയമ്മ കെട്ടിയ പോലെ അല്ല, അയാൾ ഈ കച്ചവടം നടത്തുന്ന അയാൾ അവനാണല്ലോ. ഇതിപ്പോ കെട്ടിയാല്, രക്ഷാമന്ത്രം കെട്ടിയാല് 10 ദിവസം കൊണ്ട് 10 കോടി, എന്നാ പിന്നെ ഇത് ഉണ്ടാക്കിയവൻ അരയമ്മ കെട്ടി അതവനെ കിട്ടൂലോ എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രാഥമിക ചിന്ത പോലും നമുക്കില്ല. നമ്മൾ ഈ അന്ധവിശ്വാസത്തിന്റെ അടിമകളായി മാറുകയാണ്. സ്വാഭാവികം. എല്ലാവിധ ചൂഷണങ്ങൾക്ക് നമ്മൾ വിധേയരാവുകയാണ്. നമ്മൾ ഒന്നും അറിയാതെ നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും ചോർന്നു പോവുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വെറും മണ്ടന്മാരാണ്. നമുക്കെല്ലാം ഉണ്ട്, നമുക്ക് എല്ലാം ഉണ്ട് എന്ന എല്ലാം നമുക്കറിയാം. എന്നാൽ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വളരെ അപഹാസ്യരും പരിഹാസ്യരുമായി മാറാറുണ്ട്. അള്ളാഹുടെ പരീക്ഷണം വരുമ്പോൾ നമ്മൾ ബേജാറാവുക. എന്തിന് ബേജാറ്? എൻ്റെ ഒരു പോളിസി എന്താ അറിയോ? മല തലയിലോട്ട് വീഴാൻ പോണവൻ അവിടെ നിൽക്കണം, വീഴട്ടെ. എന്റെ ജീവിതത്തിൽ ഞാൻ പറയാം, എന്നെ ഇതുവരെ എത്തിച്ചത് 1 ദുആയാണ്, 2 ഈ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പാണ്. ഇത് 2 അല്ലാഹു നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. ആദ്യമൊക്കെ ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇന്ന മഅൽ ഉസ്രി, അതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല, ആലിമീങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇന്ന മഅൽ ഉസ്രി, അൽ ഉസ്ർ എന്ന് പറഞ്ഞാൽ പ്രയാസം, യുസ്ർ എന്ന് പറഞ്ഞാൽ സന്തോഷം. ഖുർആന്റെ ഘടന അങ്ങനെയാണ്. ഇന്ന മഅൽ ഉസ്രി, ഒരു പ്രയാസം വന്നാൽ, അവിടെ അലിഫിലാമുള്ളതുകൊണ്ട് മൈരിഫയാണ്, മൈരിഫയിൽ 1 പാടുള്ളൂ. അൽ ഉസ്ർ എന്ന് പറഞ്ഞാൽ ഒരു സങ്കടം വന്നാൽ യുസ്റ, അത് നെക്കിറയാണ്. നെക്കിറയിൽ എത്രയാകാം? 100 സന്തോഷങ്ങൾ അല്ലാഹു പുറകെ വരും എന്നാണ് ആയത്തിന്റെ അർത്ഥം. ആയത്തിന്റെ അർത്ഥം ഒരു സങ്കടം വന്നാ ഒരു സന്തോഷം വരുമെന്നല്ല, ഒരു സങ്കടം അല്ലാഹു തന്നാൽ യുസ്റൻ, 100 സന്തോഷം അതിന്റെ പുറകിൽ നിന്റെ റബ്ബ് നിനക്ക് തരും എന്നാണ് ആയത്തിന്റെ പ്രധാനപ്പെട്ട അർത്ഥം. അല്ലാഹു ഈമാൻ തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, അല്ലാഹു ഈമാൻ തരട്ടെ. നമുക്ക് ഈമാനില്ല, നമുക്ക് സുഖലോലുപരായിട്ട് ഉറങ്ങണം, നമുക്ക് ജോലി ചെയ്യാൻ വയ്യ. നമ്മളിപ്പോ കളയിലെ ജോലി പോലും ബംഗാളി ഏൽപ്പിച്ചു. ഹോട്ടലിൽ ബംഗാളി, ബാർബർ ഷോപ്പിൽ ബംഗാളി, ഇപ്പൊ കിളയ്ക്കാനും ബംഗാളി. ഇനി പള്ളിയിലെ ഖത്തീബ് മാത്രമേ ബംഗാളി ആവാള്ളൂ. അതുമായി തുകൽ തന്നെ ഉണ്ടോ? മാഷാ അല്ല, അവര് അങ്ങനെ വരുന്ന ആലിമീങ്ങളൊന്നും ചില്ലറക്കാരല്ലാണ്ട് അങ്ങനെ നിങ്ങൾ വരുന്നുണ്ടോ? ധാരാളം ഹാഫിളീങ്ങൾ ആലിമീങ്ങൾ കേരളത്തേക്കാൾ കൂടുതലുള്ളത് അവിടെയാണ്. നിങ്ങൾ നോർത്ത് ഇന്ത്യ ദൈവന്തിയിൽ പോയി നോക്കി, മുഴുവൻ കച്ചവടക്കാരും ഹാഫിളീങ്ങളാണ്, മുഴുവൻ കച്ചവടക്കാരും ഹാഫിളീങ്ങളാണ്. നമ്മളൊക്കെ ഇപ്പഴാ മക്കളെ ഹാഫിളീങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്ത് ആകെ ഒരു ദർസ് ഹിഫ്ളൊക്കെ ഇപ്പോൾ സന്യാസിയോടെയാണോ ഉണ്ടോ? അത് തുടങ്ങി, തുടങ്ങുന്ന സമയത്ത് ഞാനുണ്ട്. അൽഹംദുലില്ലാഹ്, എന്റെ ഉദ്ഘാടന സദസ്യമുള്ള ആളാണ്.
ഇപ്പൊ ധാരാളം മുത്തലിമ്യങ്ങൾ അള്ളാഹുവിനൊക്കെ ഹാഫിളീങ്ങൾ ആലിമീങ്ങളും ആക്കട്ടെ. അതൊരു നാടിന്റെ സന്തോഷമാണ്. ഇനിയും ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകണം. തൂക്കുപാലംകാർക്കും ഹൈറേഞ്ചുകാർക്കും പട്ടക്കുളംകാരികർക്കും മാത്രമുള്ള പരീക്ഷണം അല്ല പറയണം. ഞാൻ അവസാനം പറയാം, നിങ്ങൾക്ക് മാത്രം. അള്ളാഹു പറയുകയാണ്, മാരകമായ രോഗങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുക. മാരകമായ രോഗങ്ങൾ കടന്നു വരിക, ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പോലെ. ആരോ ഇവിടെ പ്രസംഗിച്ച ഷുക്കൂർ സാഹിബാന്ന് തോന്നുന്നു, ക്യാൻസറും ബ്രെയിൻ ട്യൂമറും. ആ കാലം മാറി. ഇന്ന് ക്യാൻസർ പ്രശ്നമല്ല, ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ട്യൂമർ പ്രശ്നമല്ല, ട്യൂമറിന് മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർമാർക്ക് പോലും പേര് പറയാൻ പറ്റാത്ത രീതിയിൽ മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോ നവകാല ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഹേളിക അടിക്കടി കടന്നു വരുന്ന മാരകമായ രോഗങ്ങളാണെങ്കിൽ സഹോദരങ്ങളെ ഞാൻ ഓർമ്മിക്കുകയാണ്, ഏതാണ് ആ മാരക രോഗങ്ങൾ പിടിപെടുക? പട്ടാമ്പിക്കടത്തൊരു 19 വയസ്സുകാരി വിനീത നേതൃത്വം നൽകുന്ന ഹിഫ്ളുൽ ഖുർആൻ ഒറ്റപ്പാലത്ത് അതിന്റെ സമീപവാസിയായ പെണ്ണ ഈ വിനീതന്റെ എല്ലാ വാതിലും വരുന്ന 19 വയസ്സുകാരി 1.5 വയസ്സുള്ള പൊന്നുമോളുണ്ട്. ആ മോളെ താലോലിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ബോധരഹിതയായി താഴെ വീണു. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ICUവിൽ പ്രവേശിപ്പിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ തലകുനിഞ്ഞ ഡോക്ടറെ തലകുനിച്ചിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ആ പെൺകുട്ടി മരിച്ചുപോയി, സഫീറ എന്ന പെൺകുട്ടി മരിച്ചുപോയി. അള്ളാഹുവിന്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ പെണ്ണ് ഭാഗ്യവതിയാണ്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ ജനിച്ചൊരു പെണ്ണിന് വേണ്ടി തൂക്കുപാലത്ത് ആയിരങ്ങൾ കൂടി ഒരു സദസ്സ് ആമീൻ പറയുന്നുവെങ്കിൽ അതേ സദസ്സിൽ അവൾ പങ്കെടുത്തതിന്റെ പ്രത്യേകതയാണ്. അള്ളാഹു ആ പ്രിയപ്പെട്ട പെങ്ങളുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഭർത്താവ് ചോദിച്ചെന്റെ ഭാര്യയുടെ അസുഖമേത്? ഡോക്ടറെ കൈമലത്തിയിട്ട് പറഞ്ഞ് അസുഖത്തിന് പേരേറെന്നറിയില്ല. ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിലേക്ക് റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. 15 ദിവസം കഴിഞ്ഞാൽ റിപ്പോർട്ട് വരും. 15 ദിവസം കഴിഞ്ഞപ്പോ ഭർത്താവിനെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, പത്രേ ഈ രോഗത്തിനൊരു പേരുണ്ട്. ഈ രോഗം ഇന്ത്യ രാജ്യത്തിന് ഡൽഹി നഗരത്തിൽ ഒരാൾക്കല്ലാതെ രണ്ടാമതൊരാൾക്ക് വന്നിട്ടില്ല. രണ്ടാമത് വന്നത് പട്ടാമ്പിയിലെ 19 വയസ്സുകാരി പെണ്ണിനാണ്. ഈ രോഗം ഇങ്ങനെ ഒരു പൂരണമില്ലാത്ത സമസ്യ പോലെ ലോകത്തെ പിടികൂടുമ്പോ അള്ളാഹു പറയാ, ഡൽഹിയിലെ ഒരാൾക്ക് വന്നത് രണ്ടാമത് വന്നത് പട്ടാമ്പിയിലെ 19 വയസ്സുകാരിക്ക. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മനസ്സിന്റെ ഒരു ഓർമ്മയായിട്ട് മനസ്സിൽ സൂക്ഷിച്ചോ. ആധുനിക ലോകത്തിന്റെ ജീവിതക്രമത്തിലൂടെ ഇങ്ങനെ തത്തിക്കളിച്ച് നടക്കുമ്പോ അള്ളാഹുവിന്റെ പരീക്ഷണം ഏതവസ്ഥയിലാ വരുന്നതെന്നറിയില്ല. ഒരു കിഡ്നി എങ്ങാനും തകരാറിലായാൽ അള്ളാഹു റിയാസിന് ശിഫ കൊടുക്കട്ടെ. അവന്റെ ധനശേഖരണത്തിനല്ല, ആ ചെറുപ്പക്കാരന്റെ ശിഫയ്ക്ക് വേണ്ടി അള്ളാഹുവേ ഞങ്ങൾ നിന്നോട് കൈതീട്ടുകയാണ്. നീ ശിഫ നൽകണേ അല്ലാ. ശരീരത്തിന്റെ നട്ടെല്ലിന്റെ ഭാഗത്തായി 10 സെന്റിമീറ്റർ നീളമുള്ള 8 സെന്റിമീറ്റർ വീതിയുള്ള 140 ഗ്രാം തൂക്കമുള്ള ഒരു പരിപ്പിന്നാകിതിരിക്കുന്ന അവയവമാണ് നമ്മുടെ വൃക്ക എന്ന് പറയാ. ശരീരത്തിന് മൂത്രം ഉൽപ്പാദിപ്പിക്കുന്ന ജോലിയാണ്. ശരാശരി ഒരു ദിവസം 1.5 ലിറ്റർ മൂത്രം ഒരു ആരോഗ്യമുള്ള ശരീരത്തിൽ നിന്ന് വെളിയിൽ പോകണം. 1.5 ലിറ്റർ മൂത്രം വെളിയിൽ പോകണമെങ്കിൽ 1400 ലിറ്റർ ഫിൽട്ടേറ്റ് ദ്രാവകം ഉണ്ടാകണം. 1400 ലിറ്റർ ഫിൽട്ടേറ്റ് ദ്രാവകം ഉണ്ടാകണമെങ്കിൽ 1350 ലിറ്റർ രക്തം ഒരു മനുഷ്യന്റെ വൃക്കയിലൂടെ ഒരു ദിവസം കയറിയിറങ്ങണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു മനുഷ്യന്റെ ശരീരത്തിലാകെയുള്ള രക്തം 5 ലിറ്ററാ. പെണ്ണിനാണെങ്കിൽ 4.5 ലിറ്ററേ ഉള്ളൂ. ഈ 5 ലിറ്റർ രക്തം ഒരു ദിവസം 350 പ്രാവശ്യം ഈ ചെറിയ അവയവത്തിലൂടെ കറങ്ങിയൊക്കെ പ്രവർത്തന സജ്ജമാവൂ. ഞാനൊന്ന് ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നമ്മൾ ഈ തൂക്കുപാലത്ത് ഒരു ഹാർഡ്വെയറിൽ നിന്നോ ഒരു ഇലക്ട്രിക്കൽസിൽ നിന്നൊരു മോട്ടോർ വാങ്ങിച്ചാൽ അതൊരു 10 വർഷം വർക്ക് ചെയ്താൽ പിന്നെ അതിന്റെ കോയിൽ കത്തിപ്പോയി സർവീസ് ചെയ്യണം. പക്ഷേ 39 വർഷമായി എന്റെ ശരീരത്തിലൂടെ ഈ രക്തം ഇങ്ങനെ പമ്പ് ചെയ്ത് മോട്ടോർ പോലെ കറങ്ങുന്നുണ്ട്. ഇതേവരെ ബ്ലഡിന്റെ സർക്കുലേഷന് ഒരു തടസ്സമില്ല. ആരാണ് എന്റെ ശരീരത്തിലെ 5 ലിറ്റർ രക്തത്തെ ഒരു ദിവസം 350 പ്രാവശ്യം ഈ വൃക്കയിലൂടെ ഇങ്ങനെ കറക്കിക്കൊണ്ട് പോകുന്നതാരാ? ആ പോകുന്നവനാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ച തമ്പുരാൻ സൂപ്പർ ഡിസൈനറായ തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ.
ഏകനായ അള്ളാഹുവിന്റെ സംവിധാനമാണെങ്കിൽ അള്ളാഹു പറയാ ആ സംവിധാനത്തെ ഞാനൊന്ന് പിൻവലിച്ചാൽ വല്ലം മാരകമായ രോഗത്ത് കൊണ്ട് നിന്നെ ഞാൻ പരീക്ഷിക്കും മാനവാ. ആ പരീക്ഷണം നിന്റെ ജീവിതത്തിൽ വന്നാൽ ജീവിതം ഒരു പരീക്ഷണത്തിന്റെ ഭൂമിയാണ്. ഈ ജീവിതം ഒരു പൂരണമില്ലാത്ത സമസ്യയാണ്. ആർക്കാണ് എപ്പോഴും വരുന്നതെന്നറിയില്ല. 2.5 മണിക്കൂർ തിയേറ്ററിൽ നിന്നെ പൊട്ടിച്ചിരിപ്പിച്ച കേരളത്തിന്റെ രാജ്യസഭാ മെമ്പർ, പാർലമെന്റ് മെമ്പർ ഇന്നസെന്റ് പോലും പറയുന്നുണ്ട് ഇന്നസെന്റിന് ക്യാൻസറായി നിരന്തരമായ ചികിത്സ നടന്നു. അവസാനം രോഗം ഭേദമായോ എന്നറിയാൻ ടെസ്റ്റ് നടന്നു. അതിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ ഇന്നസെന്റ് പോകുന്നത് ഭാര്യയുടെ കൂടെയാ. ഡോക്ടറിന്റെ മുമ്പിൽ ലക്ഷോർ ഹോസ്പിറ്റലിൽ കാത്തു നിൽക്കുമ്പോ തന്റെ ഭർത്താവിന്റെ രോഗം മാറാൻ നേർച്ചയും പ്രാർത്ഥനയുമായി ഭാര്യ കാത്തിരുന്നു. പെട്ടെന്ന് തളർച്ച വന്നു. ആ ഭാര്യയെ ഒബ്സർവേഷനിൽ കൊണ്ടുപോയി അവരുടെയും റിപ്പോർട്ട് വന്നു. അവരെയും ടെസ്റ്റ് ചെയ്തു. എന്തെന്നറിയില്ല. അവസാനം 2 പേരുടെയും റിപ്പോർട്ട് വരുന്നത് ഒരേ സമയത്ത്. ഡോക്ടർ റിപ്പോർട്ട് നോക്കിയിട്ട് ഇന്നസെന്റിനോട് പറഞ്ഞു പത്രേ, നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി കഴിഞ്ഞു. ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ സരസമായ ഭാഷയിൽ പിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ, പഴയതുപോലെ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ എന്നെ നാവ് ബന്ധിച്ചപ്പോ അടുത്ത റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, പക്ഷേ നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ തുടങ്ങിക്കഴിഞ്ഞു. ഒരാളെ ശരീരത്തിൽ അവസാനിച്ച് അടുത്ത് നിന്നവന്റെ ശരീരത്തിലേക്ക് പകർന്നു പോകുന്ന ഈ വിധിയുടെ വിളയാട്ടം എവിടെയാ? ഇതൊരു വിധിയുടെ വിളയാട്ടമല്ല, ഇതൊരു പ്രകൃതിയുടെ വികൃതിയല്ല. ഇതേതെന്നറിയോ? കുല്ലൻ യുസീബുനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു തീരുമാനിച്ചാൽ ആർക്കാണ് വരേണ്ടതെന്ന് പടച്ച റബ്ബ് തീരുമാനിച്ചാൽ ഇത് നാളെ അഹമ്മദ് കബീറിനാണോ അതല്ല മറ്റൊരാൾക്കാണോ? രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെയാണ് നീ കുത്തിക്കുറിച്ചു വെച്ചതെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ അല്ലാ. നാളെ ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ ഒരുമിച്ച് കൂടുമോ? നാളെ ഞങ്ങളുടെ അവസ്ഥ ഏതെന്നറിയില്ല. അതുകൊണ്ട് അല്ലാഹുവേ, അല്ലാഹുവേ, മഹാനായ അയ്യൂബ് നബി അല്ലാഹു പരീക്ഷിച്ചത് മാരകമായ രോഗം കൊണ്ടാണ്. അയ്യൂബ്, എന്റെ അടിമയായ അയ്യൂബിനെ നിങ്ങൾ ഓർക്കുക. നാവും ഹൃദയവും ഒടിച്ച് ശരീരം മുഴുവനും പടുത്തു പറങ്ങലിച്ചു പോയി മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാവരെയും പരീക്ഷിക്കും. അല്ലാഹു മാരക രോഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. ഞാൻ ചുരുക്കി പറയാണ്, 2ാമത്തെ വ്യാഖ്യാനം ഐബി ഔലാദിക്കും, നിങ്ങളുടെ മക്കളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. 1 രോഗം കൊണ്ട് ബിൽ അംഫുസി എന്നതിന്റെ 2ാമത്തെ വ്യാഖ്യാനം ഐബി ഔലാദിക്കും, നിങ്ങളുടെ മക്കളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. അല്ലാഹു കാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ഇതൊരു വല്ലാത്ത പരീക്ഷണമാണ്. ബാക്കി ഏതും നമ്മൾ അനുഭവിക്കേണ്ടതാണ്. ഇത് ജീവിതത്തിലെ വലിയ പരീക്ഷ. അതിനാരൊന്നൊന്നുമില്ല. ബാക്കവിയുടെ ആണയുണ്ട്, ആരുടേതുമാണ്. മക്കളെ കൊണ്ട് പരീക്ഷിക്കുമ്പോ നമ്മൾ പറയും, ഓ വാപ്പ വലിയ ആളാണ്. മക്കളും പറയാൻ പാടില്ല. മുസ്ലിമേ, 950 വർഷം അള്ളാന്ന് പറഞ്ഞു നടന്ന നൂഹ് നബിയാണ് അള്ളാഹു മക്കളെ കൊണ്ട് പരീക്ഷിച്ചത്. ആരെയാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം അവരെ പരീക്ഷിക്കും, ഉറപ്പാ. അതിന്റെ അർത്ഥം അവൻ അള്ളാഹുവിനോട് ഇഷ്ടം. പരീക്ഷണങ്ങൾ 2 രീതിയിലുണ്ട്. 1, അള്ളാഹു നമ്മുടെ അടിമയോടുള്ള സ്നേഹം കൊണ്ട് പരീക്ഷിക്കും. 2, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട്. എന്നെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഞാൻ 2 തിരിച്ചറിയാൻ മാർഗം ഞാൻ പറഞ്ഞുതരട്ടെ. 2 രീതിയിൽ അള്ളാഹു പരീക്ഷിക്കും. 1, അള്ളാന്റെ അടിമകളോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. 2, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് പരീക്ഷിക്കും. ഞാൻ ഈ പറയുന്ന മുഴുവൻ ഖുർആൻ ഇതിന്റെ വെളിയിൽ ഒന്നും കബീർ പറഞ്ഞിട്ടില്ല. കരയിലും കടലിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബിമാ കസബത്ത് ഐദിന്നാസ്. ഇവിടെ ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്ക് പൊടി. ബിമാ കസബത്ത് ഐദിന്നാസ്, അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇപ്പൊ ഒരു രോഗം വന്നു, അല്ലെ കടം വന്നു, ഇത് അള്ളാഹു എന്നോട് ഇഷ്ടമുണ്ടായിട്ട് എന്നെ പരീക്ഷിച്ചതാണോ? അതല്ല, ഞാൻ ചെയ്ത ഏതെങ്കിലും കുരുത്തക്കേട് കൊണ്ട് അള്ളാഹ് എനിക്ക് പണി തന്നതാണോ? തിരിച്ച്
അല്ല തിരിച്ചു അള്ളാനെ പണിഞ്ഞ അല്ല തിരിച്ച് നമ്മളെയും പണിയും ഉറപ്പാണ്. ഇപ്പൊ മക്കറു മക്കറൻ ഇപ്പൊ മക്കറിന മക്കറ മക്കറു മക്കറ അവരെന്നെ പണിതു ഇപ്പൊ മക്കറിന മക്കറ ഞാൻ അവര് തിരിച്ചും പണിതു എന്നാണ് ആയത്തിന്റെ അർത്ഥം. നമ്മൾ പറയൂലേ അവനൊരു പണി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. അള്ളാഹു പറയുന്ന അതേ ഭാഷയിലാണ് മക്കറു മക്കറ, അവർ അള്ളാഹുവിനോട് വിടും. മക്കറിന മക്കറ തിരിച്ചൊരു പണി ഞാൻ അങ്ങോട്ട് പോകും. ഇതറിയാനൊരു മാർഗമുണ്ട്. അതിന്റെ ഇടയിൽ നിങ്ങൾ ചായ നോക്കാതെ നിങ്ങൾ എന്നെ നോക്ക് മനുഷ്യന്മാരെ. അള്ളാഹു എന്താ പറഞ്ഞ മറന്നു അല്ല എന്താ ഞാൻ പറഞ്ഞോന്ന് ചോദിച്ചു. ഇതെനിക്ക് മറവി ഉണ്ടായിട്ട് നിങ്ങളോട് ചോദിച്ചല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയാൻ ഞാൻ പരിശോധിച്ചാണ്. ചായ വന്നപ്പോ നിങ്ങളുടെ കോൺസെൻട്രേഷൻ മാറിയോന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാണ്. എന്താ ചൂട് തണുപ്പായിട്ട്. ഒന്ന്, അള്ളാഹു നിനക്ക് മാരകമായൊരു പരീക്ഷണം തന്നു. ആ പരീക്ഷണം രോഗമോ കടമോ ഏതുമാകട്ടെ, ആ പരീക്ഷണം അള്ളാഹു നിനക്ക് തന്നതിന് ശേഷം അള്ളാഹുവിനോട് നീ മുമ്പത്തേക്കാൾ കൂടുതൽ അടുത്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നിന്നെ പരീക്ഷിച്ചതാണെന്ന് വ്യക്തമാണ്. നിനക്കൊരു രോഗമോ കടമോ വന്നു, പ്രശ്നം വന്നു, അത് വന്നതിന് ശേഷം നീയും അള്ളാഹുമായിട്ടുള്ള ബന്ധം മുമ്പത്തേക്കാൾ അടുത്തു. നേരത്തെ ഫർള് നിസ്കരിക്കൂ, ഈ പരീക്ഷണം വന്നതിന് ശേഷം സുന്നത്ത് നിസ്കരിക്കും. നേരത്തെ സുന്നത്ത് നിസ്കരിക്കും, ഈ പരീക്ഷണം രോഗം വന്നതിന് ശേഷം തഹജ്ജുദ് നിസ്കരിക്കും. നേരത്തെ 100 സലാത്തില്ലാന്ന് ഇപ്പൊ 1000 ചൊല്ലും. നേരത്തെ 100 ദിക്റുള്ളാന്ന് ഇപ്പൊ 1000 ദിക്റ് ചൊല്ലും. എന്നാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന് നിന്നോട് ഇഷ്ടമുണ്ട്, അള്ളാഹു നിന്നെ പരീക്ഷിച്ചതാണ്. ഈ പരീക്ഷണം വന്നതിന് ശേഷം അള്ളാഹുവിലേക്കുള്ള ഇബാദത്ത് കൂടിയാൽ അത് അള്ളാഹു നിനക്ക് ഇഷ്ടപ്പെട്ടിട്ട് പരീക്ഷിച്ചതാണ്. ഇതൊക്കെ വന്നിട്ടും നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, അള്ളാഹുമായിട്ട് അടുത്തിട്ടില്ല. എന്നാൽ നിന്റെ പ്രവർത്തനത്തിന്റെ വൈകല്യം കൊണ്ട് അള്ളാഹു നിന്നെ പരീക്ഷിച്ചാണ്. ഉറപ്പ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? എന്താ തള്ളി? പണ്ട് ഉപ്പ് കച്ചവടം തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞാണ് നിർത്തണം. തള്ളി ഉപ്പ് കച്ചവടം നടത്തിയിട്ട് വെള്ളിയാഴ്ച എന്റെ അടുക്ക് വരും, ദുആ ചെയ്യണം, എന്റെ ഉപ്പ് കൊണ്ടുപോയിട്ട് തൂക്കം കിട്ടണില്ല. ഇത് 3 ദിവസം കഴിഞ്ഞ് അരിഞ്ഞു പോണ സാധനമില്ല, അതിന് തൂക്കം കിട്ടും. യഥാർത്ഥ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു പരീക്ഷണം വന്നതിന് ശേഷം രോഗം വന്നു, കടം വന്നു, അതിനുശേഷം അള്ളാഹുലേക്ക് നന്നായിട്ട് അടുത്തിട്ടുണ്ട്. എന്നാൽ അള്ളാഹു നിന്നെ പരീക്ഷിച്ചാണ്. നിന്റെ മകനെ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചു, റബ്ബിലേക്ക് നീ വീണ്ടും കൂടുതൽ എടുത്തു. അത് അള്ളാഹു നിന്നെ ഇഷ്ടപ്പെട്ടിട്ട് നൂഹ് നബിയെ പരീക്ഷിച്ച പോലെ പരീക്ഷിച്ചാൽ. ഇതൊക്കെ ഉണ്ടായിട്ട് നിനക്ക് മാറ്റമില്ല, എന്റെ ഭാര്യക്ക് മാറ്റമില്ല. അതേവരെ ഭാര്യ തലയെ തൊട്ടിരുന്നു, ഇപ്പൊ തോളി തന്നെ ഇല്ല. എന്നാൽ അത് നിന്റെ പ്രവർത്തന വൈകല്യം കൊണ്ടാണ്. അള്ളാഹു ചിന്തിക്കാനുള്ള ബോധം നൽകട്ടെ, അള്ളാഹു ചിന്തിക്കാനുള്ള ബോധം നൽകട്ടെ. അള്ളാഹു മക്കളെ കൊണ്ട് പരീക്ഷിക്കും. അള്ളാഹു നമ്മളെ അതിൽ നിന്ന് കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ മക്കളിൽ നിന്ന് കാക്കുമാറാകട്ടെ. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. അള്ളാഹു പറയാണ്, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനവും നിങ്ങളുടെ പരീക്ഷണങ്ങളാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷയോടെ വളർത്തുന്ന, നാളെ നമ്മൾ മരിച്ചാൽ നമുക്കൊരു ഊന്നുപടിയാകുമെന്ന് കരുതുന്ന നമ്മുടെ മക്കളെങ്ങാനും ജീവിതത്തിൽ തിരിച്ചുപോയാൽ പാരാവാരം പോലെ പരന്നു പോകുന്ന ജലപ്രളയത്തിൽ തന്നെ മകൻ മുങ്ങിച്ചവാ പോകുമ്പോ മഹാനായ നൂഹ് നബി സൂറത്ത് ഹൂദിൽ കാണാം, ജലപ്രളയത്തിൽ മകൻ ഇങ്ങനെ ചവാൻ പോവുകയാ. അപ്പോൾ നൂഹ് നബി പറഞ്ഞു, മോനെ കാല സാവി ഇലാ ജബലിൻ യസ്മുനി മിനൽ മാ. മോനെ വെള്ളത്തിൽ മുങ്ങി ചാവാട്, ഉപ്പാട കപ്പലിൽ കയറാൻ പറയുമ്പോ ആ സമയത്തും മകൻ പറഞ്ഞത് ഇല്ല 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 ഇല്ല, ഞാൻ ഉപ്പാന്റെ കപ്പലിൽ കയറില്ല. ജലപ്രളയത്തിന്റെ തിരമാലാഞ്ഞെടുക്കുമ്പോ ആ പ്രളയത്തിൽ കിടന്ന് മുങ്ങിച്ചാകുന്ന മകനെ കണ്ടിട്ട് പൊട്ടിക്കരയുന്ന നൂഹ് നബിയുടെ ചിത്രം വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു മക്കളെ കൊണ്ട് പരീക്ഷിക്കുന്നതിന് വാക്കവിയാണോ, അതല്ല ആലിമാണോ, സാധാരണക്കാരനാണോ, അള്ളാഹ് കിട്ടപ്പെട്ടവനാണോ, അള്ളാഹ് ഇതൊരു
വിഷയമേ അല്ല. 950 വർഷക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത് ആളുകളെ കല്ലെറിയുമ്പോ ആ കൽക്കൂട്ടത്തിൽ പെട്ടിട്ട് വൈകുന്നേരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന കല്ലുകൾ മുഴുവനും മാറ്റി വീട്ടിൽ കൊണ്ടുപോയാക്കി പിറ്റേ ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹ്നോട് 950 വർഷം പറഞ്ഞ ശൈഖുൽ അംബിയാ നൂഹ് നബിയെ അള്ളാഹു പരീക്ഷിച്ചതും മക്കളെ കൊണ്ടാ. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നിതാന്ത ജാഗ്രത വേണേ. അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു ആ ഫിത്നയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. മക്കളെ ദീനിയായിട്ട് വളർത്തണം. ഞാൻ 1-2 ദുആ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് മക്കളെ കൊണ്ട് ചെല്ലിപ്പിക്കണം. ചൊല്ലുവോ? സമയമില്ലല്ലോ ഇവിടെ. 10:45 പെട്ടെന്ന് തീർക്കണം. എന്നാ അതിന്റെ ഇടയിൽ നിങ്ങൾ ഈ 2 മണിക്കൂർ നിന്നിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാ, മക്കള് പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ മക്കൾ. ആണോ? പണ്ട് മക്കള് വാപ്പാനെ കണ്ട എഴുന്നേക്ക് നിൽക്കുന്ന കാലുണ്ടായിരുന്നു. ഇപ്പോ മക്കളുടെ മുമ്പിൽ ഇരിക്കാൻ വാപ്പാക്ക് പേടിയാ. വേറൊരു ലോകത്തേക്ക് നമ്മുടെ മക്കൾ പോയി. അപ്പോഴും നമ്മൾ അള്ളാനെ പഠിപ്പിച്ചു കൊടുക്കണം. എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? എന്താ മിണ്ടാത്ത പടച്ചോൻ? ഈ കാലഘട്ടത്തിൽ മക്കളെ അള്ളാനെ പഠിപ്പിക്കാനോ? ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കിക്കോളീൻ, ഒരു കുട്ടി അള്ളാനെ പഠിപ്പിക്കാൻ വലിയ എളുപ്പമാണ്. ഏറ്റവും എളുപ്പേതാ? അള്ളാനെ പഠിപ്പിക്കാനാ. കാരണം ഒരു കുട്ടിക്ക് ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ അടുപ്പാരോടാ? ആരോടാ? അള്ളാനോടാണ്. നമ്മളാണ് അവനെ തിരിക്കണത്. പെണ്ണുങ്ങൾ നന്നായിട്ട് കേട്ടോണേ. ഒരു കുട്ടി ജനിക്കുമ്പോ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ർ, ഒരു കുട്ടി ശുദ്ധ പ്രകൃതത്തോടെയാണ് ജനിക്കപ്പെടുക. വലാകിൻ അബവാഹു യുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി വയുഹവ്വിദാനിഹി, മാതാപിതാക്കളാണ് അവനെ വഴിതിരിച്ചു വിടുക. ജനിച്ചാലുടനെ കുട്ടിയുടെ ഹൃദയത്തിൽ ആരേ ഉള്ളൂ? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കുട്ടി വഴി തെറ്റി ഉമ്മാടെ അടുക്കൽ നിന്ന് ഇവിടെ വന്നു. അവൻ ഇവിടെ വന്ന് നിൽക്കുമ്പോ വലിയ താടിയും മീശയൊക്കെയുള്ള 2-3 ആളുകളെ കണ്ടപ്പോ കുട്ടി പേടിച്ചു പൊട്ടിക്കരഞ്ഞു. അപരിചിതരൊക്കെ വരുമ്പോ കുട്ടി കരയും. കൊച്ചുകുട്ടി ഉപ്പ ഓടി വന്ന് കുട്ടിയെടുത്ത് അവന്റെ സ്വന്തം ഉപ്പ പേടിക്കണ്ട മോനെ എന്ന് പറഞ്ഞ് അവനെ തോളിലിട്ടാൽ ആ കുട്ടി കരച്ചില് നിർത്തും. കാരണം എന്താ? കുട്ടിക്ക് ഉപ്പായോട് കൽബില് സ്നേഹമുണ്ട്. ചില കുട്ടികൾ ഉപ്പ എടുത്താലും കരച്ചിൽ ഒത്തൂല. അപ്പൊ ഉമ്മ ഓടി വന്നിട്ട് കുട്ടിയെ താങ്ങി ഉപ്പാടെ കയ്യിൽ നിന്ന് മേടിച്ച് തോളിലിടും. എന്നിട്ട് പറയും, മോളെ പേടിക്കണ്ട, ഉമ്മ വന്നല്ലോ. അപ്പൊ കുട്ടി ഏതായാലും കരച്ചില് നിർത്തും. കാരണം ഉപ്പായേക്കാൾ സ്നേഹം കുട്ടിക്ക് ഹൃദയത്തിൽ ആരോടാ? ഇതാരേലും പഠിപ്പിച്ചു കൊടുത്താണോ? ആണോ? അല്ല. ചില കുട്ടികൾ ഉമ്മ എടുത്തിട്ട് ആശ്വസിപ്പിച്ചാലും കുട്ടികൾ കരച്ചിൽ നിർത്തൂല. അപ്പൊ പിന്നെ ആര് വേണം? ഉമ്മയേക്കാൾ സ്നേഹം ആ കുട്ടിക്ക് ഹൃദയത്തിൽ ആരോടാണോ അടുപ്പം അവര് വരണം. അതാരാ? ഉമ്മയേക്കാൾ ഒരു കൊച്ചുകുട്ടിക്ക് ഹൃദയത്തിൽ അടുപ്പാരാണ്. ഇവരൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഉമ്മയോടാ കുട്ടിക്ക് വലിയ അടുപ്പം എന്നാണ്. അല്ല. ആരാ? രണ്ടാമത്തെ ഉമ്മയ. ഒന്നും തന്നെ ഇപ്പൊ പറ്റണില്ല. ഇതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. അതിനേക്കാൾ ഉമ്മയേക്കാൾ അടുപ്പമാരോടാ? ആ ഉമ്മ കുട്ടിയെ തോളിലിട്ടിട്ട് ആ കുട്ടി കരച്ചിൽ നിർത്താതിരിക്കുമ്പോ തോളിൽ മെല്ലത്തട്ടൻ കൺമണി, അപ്പോഴും കുഞ്ഞ് കരച്ചിൽ നിർത്താറില്ല. ആ സമയത്ത് ഉമ്മയേക്കാൾ ആ കുട്ടിയുടെ ഹൃദയത്തിന് അടുപ്പവും സ്നേഹവും ആരോടാണോ അവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ഉമ്മ 3ാമത്തെ അടവെടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ താരാട്ട് കേട്ടാല് കരച്ചിൽ നിൽക്കാത്ത മക്കളേതാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്നേക്കാൾ ഹൃദയത്തിൽ ആ കുട്ടിക്കൊപ്പം അടുപ്പം അള്ളാഹുവിനോടാ. അതുകൊണ്ടാണ് അള്ളാഹുടെ പേര് കേൾക്കുമ്പോ അവിടെ ഹൃദയത്തിന് കരച്ചിൽ നിൽക്കുക. അതുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്യ സമുദായത്തിന്റെ കൈപിടിച്ചിറങ്ങി പോകുന്ന മക്കളും അവരെ വലിച്ചു കയറ്റിക്കൊണ്ടുവരുന്ന ആൺമക്കളും
നമ്മുടെ മുമ്പിൽ പ്രഹേളികയായി നിൽക്കുമ്പോ ആദ്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ, മക്കളെന്ന് പരീക്ഷ നിലനിൽക്കണമെങ്കിൽ ആദ്യം തന്നെ മക്കൾക്ക് ഒരു അസ്ഥിവാരം ഉണ്ടാക്കണം. ഇത് പറയാതെ പോയാൽ ശരിയാവില്ല. പുതിയ ലോകത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞു, ആദ്യത്തെ 3 മാസം കുട്ടി ഉറങ്ങാ താരാട്ട് പാടുമ്പോ അള്ളാനെ കുറിച്ചുള്ള താരാട്ടേ പാടാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ മുഹമ്മദ് റസൂലുള്ള ചേർത്ത് പാടരുത്. അടുത്ത 3 മാസമാകുമ്പോ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ഇട്ട മുഹമ്മദ് റസൂലുള്ളാഹിനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ താരാട്ടിൽ മുഹമ്മദ് റസൂലുള്ള ചേർത്ത് കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. 6 മാസമായി. അടുത്ത 9ാമത്തെ മാസത്തേക്കുള്ള 3 മാസം. അപ്പൊ ഹൃദയത്തിൽ, ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ അല്ലാഹു വെച്ചിരിക്കുന്നത് സഹാബത്തിനോട് സലാത്തിനോടും ദുആയോടുമുള്ള ആഭിമുഖ്യമാണ്. ആ സമയത്ത് നീ സഹാബത്തിന്റെ കഥ പഠിപ്പിച്ചു കൊടുക്കണേ. വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, വീരനായി നീ വളരണം, ആരംഭപ്പനാരമേ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഉമ്മ പാടിത്തന്ന താരാട്ടിൽ പോലും അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളുണ്ട്. ഇന്ന് അതെല്ലാം മാറ്റി കുട്ടികൾക്ക് മൊബൈൽ ഫോണുകളും ഗെയിമുകളും കമ്പ്യൂട്ടറിന്റെ പാട്ടുകളുമായപ്പോ ആ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഇസ്ലാം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ വാപ്പ 6 വയസ്സ് പ്രായമുള്ളപ്പോ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നു. ആ ദിക്ർ ചെല്ലാൻ തുടങ്ങിയപ്പോ എന്റെ ഹൃദയത്തിന് പ്രകാശമായി. 8 വയസ്സായപ്പോ 2 വർഷം നിരന്തരമായി ചൊല്ലി. 8 വയസ്സായപ്പോ എന്റെ റൂഹിന് പ്രകാശമാവാൻ തുടങ്ങി. 6ാമത്തെ വയസ്സിൽ മക്കൾക്ക് ദിക്ർ പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് പ്രകാശമുണ്ടായി. ആ ഹൃദയത്തിൽ പിശാച് കയറിയില്ല, ആ ഹൃദയത്തിൽ ഇബ്ലീസ് കയറിയില്ല. പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ ഏതെന്നറിയോ? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. മോനെ അല്ലാഹു ഹാദിരി, അല്ലാഹു നിന്റെ മുമ്പിൽ ഹാദിറാണ് മോനെ. അല്ലാഹു നാദിരി, അല്ല നിന്നെ നോക്കുന്നുണ്ട് മോനെ. അല്ലാഹു ഷാഹിദി, അല്ല എല്ലാത്തിനും സാക്ഷിയാണ് മോനെ. അല്ലാഹു മഈ, അല്ല നിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് പൊന്നു മോനെ. ഈ ദിക്ർ ഞാൻ 2 വർഷക്കാലം ചൊല്ലി. വജാഫി ഖൽബി നൂറാ, എന്റെ ഹൃദയം പ്രകാശിക്കാൻ തുടങ്ങി. 6 വയസ്സുള്ളപ്പോ മക്കളെ കൊണ്ട് ഇത് ചെല്ലിപ്പിക്കണം. കേട്ടിരുന്നാ പോരാ. ഇതൊക്കെ ഇങ്ങനത്തെ തർബിയത്ത് 6 വയസ്സ് മുതൽ 8 വയസ്സ് വരെ. ഏതാ ദിക്ർ? പരമനുഷ്യന്മാരെന്താ? അല്ലാഹു ഹാദിരി, മോനെ അല്ലാഹു ഹാദിറാൻ, നീ അത് ചെയ്യല്ലേ കുട്ടിയെ, നീ അത് പറയല്ലേ കുട്ടിയെ. അല്ലാഹു ഹാദിരി, അല്ല നിന്റെ തൊട്ടു മുമ്പിൽ ഹാദിറാണ് മോനെ. അല്ലാഹു നാദിരി, അല്ല നോക്കുന്നുണ്ട് മോനെ കുഞ്ഞെ. അല്ലാഹു ഷാഹിദി, നമ്മൾ ചെയ്യുന്നതിനൊക്കെ റബ്ബ് സാക്ഷിയാണ്. അപ്പൊ കുട്ടി ചോദിക്കും അല്ല എവിടെ? അപ്പൊ പറയണം അല്ലാഹു മഈ, അല്ല നമ്മുടെ കൂടെ തന്നെയുണ്ട്. പഠിപ്പിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. സഹോദരിമാരൊക്കെ പഠിപ്പിച്ചു കൊടുക്കോ? അവർക്കത് കണ്ടു തീർന്നിട്ട് സമയം വേണ്ട. അവര് സീരിയൽ കണ്ടു തീർന്നിട്ട് സമയം വേണ്ടേ? ടിവിയിൽ ഫോണിൽ പ്രോഗ്രാം നടക്കാൻ, ഫോണിൽ വിളിക്കാൻ, എനിക്ക് ഇന്ന പാട്ട് വെച്ച് നടക്കണം. അപ്പൊ അവതാരിക പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കിതക്കണ്ട, നിങ്ങൾ നിന്നിട്ട് പറയുന്നത് ഏത് പാട്ടാ വേണം? എനിക്ക് സമയമില്ല, ഈ പാട്ട് വെച്ച് തരണം. നിങ്ങൾ നിക്കി കിതക്കല്ലേ, നിങ്ങൾ എന്താ ഇത്ര ഓടുന്ന അങ്ങോട്ട്? പള്ളി ബാങ്ക് വിളിച്ച നിസ്കാരത്തിന് പോവാ, ബാങ്ക് വിളിച്ച് ഞാൻ ബാങ്കത്തിന് ഓടുകയാണ്. എല്ലാത്തിനും സമയമുണ്ട്. മക്കളെ ഇരുത്തിയിട്ട് ഒരു കാര്യം ഞാൻ പെണ്ണുങ്ങളോട്, സമയം നീണ്ടാലും ശരി ഇല്ലെങ്കിൽ ശരി, നിങ്ങൾ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഹിസാബ് പറയേണ്ടത് നിങ്ങൾ പാഴാക്കി കളയുന്ന സമയത്തെ കുറിച്ചാണ്. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ, മക്കൾ സ്കൂളിൽ പോയാൽ, പിന്നെ വൈകുന്നേരം വരെ അത്യാവശ്യം ഒരു കറിയും ഇത്തിരി ചീനിയും മുളകും കൂടെ ഉടച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ജോലി? ലോഹർ ഒരു 12 മണിയോടെ ജോലി അവസാനിക്കുമല്ലോ. നിങ്ങൾ ഒഴിവാക്കി കളയുന്ന സമയത്തിന് അള്ളാഹുടെ അടുക്കൽ വലിയ ഹിസാബ് നേരിടേണ്ടി വരുന്നു, ഉറപ്പാണ്. അള്ളാഹു കാക്കട്ടെ. 13 വയസ്സാകുമ്പോ പെട്ടെന്ന് 13 വയസ്സായാൽ
8 വയസ്സ് വരെ ദിക്ർ ഞാൻ പറഞ്ഞില്ലേ? മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോ ഹബീബായ നബി തങ്ങൾ വിളിച്ചു, മുആദേ വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ മുആദ്, പൊന്നുമോനെ മുആദേ, എനിക്ക് നിന്നോട് പെരുത്തിട്ടമാണ് മുആദേ. ആരാണ് പറയുന്നത്? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വയസ്സുള്ള മോനോട് പറഞ്ഞു, മുആദേ, എനിക്ക് നിന്നോട് പെരുത്തിട്ടമാണ് മുആദേ. തിരിഞ്ഞു നിന്ന് മഹാനായ 13 വയസ്സ് പ്രായമുള്ള മുആദ് പറഞ്ഞു, നബിയേ വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയെ തിരിച്ച് സ്നേഹിക്കുന്നു നബിയേ, എനിക്ക് അങ്ങയോടും പെരുത്തിട്ടമാണ്. ഓ അതെ, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്, 13 വയസ്സ് മദീനത്തെ പള്ളിയിൽ നിന്ന് പോകാൻ, നബിയെ എനിക്ക് അങ്ങയോട് പെരുത്തിഷ്ടമാണ്. ഓ മുആദേ, ഇഷ്ടമാണോ? അതെ നബിയെ, എനിക്ക് അങ്ങയോട് പെരുത്തിഷ്ടമാണ്. പക്ഷേ എനിക്ക് അള്ളാഹ് എന്നോട് ഇഷ്ടമാണെന്നാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? 13 വയസ്സ്. എത്ര വയസ്സ് ചോദിക്കണം നമ്മളൊക്കെ? എന്റെ റബ്ബിന് എന്നോട് ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ്, അല്ലാഹുവിന് നിന്നോട് ഇഷ്ടം തോന്നാൻ എല്ലാ നിസ്കാരവും കഴിഞ്ഞിട്ട് നീ ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖ തഅതിക വ ഈമാനിക യാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക, നിന്നെ സ്മരിക്കാൻ എന്നെ സഹായിക്കണേ റബ്ബേ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എന്നെ സഹായിക്കണേ റബ്ബേ. അല്ലാഹുവേ വ ഈമാനിക യാ അല്ലാഹ്, മരണം വരെ ഈമാൻ എന്റെ ഹൃദയത്തിൽ നിർത്താൻ നീ എന്നെ സഹായിക്കണേ അല്ലാഹ്. 13 വയസ്സുള്ളപ്പോ നിസ്കാരത്തിന് ശേഷം മക്കളെ കൊണ്ട് കൃത്യമായിട്ട് ഈ ദുആ പറയിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏത് ദുആ? വാപ്പാക്കറിയില്ല, അവനെ ഇപ്പൊ മക്കളെ കൊണ്ട് പറയിപ്പിക്കും. പറയുന്ന ഏത് ദുആ? അല്ലാഹുമ്മ ഇന്നി അലാ. 13 വയസ്സ് കഴിഞ്ഞാൽ 5 വഖത്ത് നിസ്കാരത്തിന് മക്കളെ കൊണ്ട് ഇത് കൃത്യമായിട്ട് പറയിപ്പിക്കണം. ഞാൻ അമൽ ചെയ്യാനുള്ള പറയാൻ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖ തഅതിക വ ഈമാനിക യാ അല്ലാഹ്. എന്താ പഠിക്കാൻ ബുദ്ധിമുട്ട്? ഗൾഫിൽ നിങ്ങൾക്ക് 1 ലക്ഷത്തിനൊരു വിസ വന്ന അപ്പ അറബി പഠിക്കൂലേ? അത്യാവശ്യം അറബിയോട് പറയാനുള്ളതൊക്കെ പഠിച്ചിട്ട് പോകും. പക്ഷെ ആഖിറത്തിന്റെ കാര്യം പറഞ്ഞാൽ അറബി പഠിക്കാൻ പറ്റൂല. ഒരു പയ്യ അറബിയൊക്കെ പഠിച്ച് കടയിൽ പോയി, അറബി വന്നു, കംറിയാൽ 40 റിയാൽ 4 റിയാൽ. ഈ അറബികൾക്കൊരു ജോലിയുണ്ട്, നമ്മൾ ചോദിക്കില്ല അവസാനം എത്ര രൂപയ്ക്ക് വരുമെന്ന്. പേശി അതിന് അറബികൾ ചോദിക്കുന്ന വാക്കാണ് ആഖിർ കലാം. ലാസ്റ്റ് എത്ര രൂപയ്ക്ക് വരും? ഇവനോട് ചോദിച്ചു കംറിയാൽ, അപ്പൊ 40 റിയാൽ. അപ്പൊ അറബി ചോദിച്ചു ആഖിർ കലാം, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത്യാവശ്യമല്ലാത്ത നമ്മൾ പഠിക്കും. ആഖിറത്തിന്റെ കാര്യത്തിൽ പഠിക്കണമില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിങ്ങളുടെ പരീക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ പരീക്ഷണം ഐബി ഔലാദിക്ക്, നിങ്ങളുടെ മക്കളെ കൊണ്ട് ഞാൻ പരീക്ഷിക്കും. നമ്മുടെ മക്കൾ ഒരു പരീക്ഷണമാവാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിന് നിത്യ കണ്ണീരാവാതിരിക്കാൻ നിങ്ങളുടെ മക്കളെ അല്ലാഹുവിനെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ ജീവിപ്പിക്കണേ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. വളരെ പെട്ടെന്ന് ഞാൻ ചുരുക്കുകയാ. അതിന്റെ 3ാമത്തെ വ്യാഖ്യാനം ഏതെന്നറിയോ? ബില്ലംഫുസി എന്നതിന്റെ 3ാമത്തെ വ്യാഖ്യാനം, നിങ്ങൾ സ്നേഹിച്ചു കൊതിരിയിരുന്നതിന് മുമ്പേ ഉറ്റവരെയും ഉടയവരെയും നിങ്ങളിൽ നിന്ന് വിട്ടുപിരിപ്പിച്ചിട്ടും മരണം കൊണ്ട് കൊത്തിപ്പറിച്ചെടുത്ത് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങളെ കൽബിന് തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ പൊന്നുമക്കള് വാപ്പയെ കണ്ട് കൊതിരിയിരുന്നതിന് മുമ്പേ, ഭാര്യയോടൊത്ത് ജീവിച്ച് കൊതിരിയിരുന്നതിന് മുമ്പേ എന്ന് വേണ്ട, ഉമ്മയെ കണ്ട് കൊതിരിയിരുന്നതിന് മുമ്പേ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും സ്നേഹമുള്ളപ്പോ അവരെ ഞാൻ മരണം കൊണ്ട് എന്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കുമാറാകട്ടെ.
പൊടുന്നനെയുള്ള മരണങ്ങൾ കൊണ്ട് അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഏറ്റവും സ്നേഹിക്കുന്ന പൊന്നുമക്കളെ, അറിയുമല്ലോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൻ ഇബ്രാഹിം 2.5 വയസ്സിലാണ് മരണപ്പെടുന്നത്. ഹബീബായ നബി തങ്ങളുടെ കൽബിന്റെ കഷണത്തെ കൊത്തിപ്പറിച്ചെടുത്തു. അല്ലാഹ് 2.5 വയസ്സുള്ള പൊന്നുമോൻ ഇബ്രാഹിം മരണപ്പെട്ട് കിടക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഇന്നാ ബിമൗതിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. പൊന്നുമോനെ ഇബ്രാഹിമേ, പൊന്നുമോനെ ഇബ്രാഹിമേ, നിന്റെ മരണത്തിൽ ഈ ഉപ്പ വല്ലാതെ ദുഃഖിതനാണ് പൊന്നുമോനെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകൻ ഇങ്ങനെ കയ്യിൽ കിടന്ന് പിടയുമ്പോ ദുഃഖം സഹിക്കാൻ കഴിയാതെ കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങിയപ്പോ